ഈ കാലത്ത് ഏറ്റവും വിലയില്ലാത്ത രണ്ട് വസ്തുക്കളാണ് സത്യസന്ധതയും വിശ്വസ്തതയും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, നിങ്ങളായിരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു ജോലി ചെയ്യുകയോ ആത്മാർത്ഥമായിട്ട് ഒരാളെ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക. അതേ സ്ഥാനത്തോ നമ്മളെപ്പോലെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരെ പോലെ പോളിഷ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണോ, അവരായിരിക്കും ഏറ്റവും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റിൽ പെടുന്നവർ. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഈ ഒരു അവസ്ഥ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നതായിക്കോട്ടെ, ഇത്തരം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും. അതിനൊരു കാരണം എന്താ? നമുക്ക് വിശ്വാസവും വിശ്വസ്തതയും ആത്മാർത്ഥതയും കുറച്ച് കൂടിപ്പോയതിന്. എന്നിട്ടോ ഈ ചീത്ത കേൾക്കുമ്പോൾ, ഈ പഴി കേൾക്കുമ്പോൾ, ഈ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന നമ്മളെ നോക്കിയിട്ട് ഈ പോളിഷ് ചെയ്യുന്ന ആളുകൾ ഒരുതരം പുച്ഛത്തോടെയുള്ളൊരു ചിരിയുണ്ട്. അത് കാണുമ്പോൾ ഹൃദയത്തിലൊരു വേദനയാണ്. നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി ഒന്ന് ഓർത്ത് നോക്കൂ. അതുകൊണ്ടോ ഈ കേട്ടതോ, ഈ ചീത്ത കേട്ടതോ, ഈ പഴി കേട്ടതോ ഒന്നും ഈ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ ബാധിക്കുകയേയില്ല എന്നത് വേറൊരു സത്യം. അവരാത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരവരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ലൈഫിൽ എന്നും ചീത്ത കേട്ട് പഴി കേട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ കാരണവന്മാർ പറയുന്നത്, ഏറ്റവും കൂടുതൽ മാങ്ങയുള്ള മാവിലെ കല്ലേറുണ്ടാവുള്ളൂ, ആ മാവിലേക്ക് ആളുകൾ കല്ലെറിയൂ. അതുപോലെ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നിമിഷം, മുമ്പ് നിങ്ങൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്കെന്നും പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കെന്നും ഇഷ്യൂസാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, എനിക്ക് കുറച്ച് അധികം ആത്മാർത്ഥതയും സത്യസന്ധതയും കൂടിപ്പോയെന്ന്. ഓർക്കുക, നമ്മളങ്ങനെയാണ്. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ സത്യം ഒരിക്കൽ വിജയിക്കും. നിങ്ങളുടെ സ്വന്തം ഷംസുദ്ദീൻ തോപ്പിൽ. ബൈ.